ആരാ ചേട്ടാ? മെസ്സിക്കോയല്ലേ? അതെ. ഞങ്ങള് പണ്ടൂസ് ബ്ലോഗിന്ന് യൂട്യൂബ് ചാനലിൽ നിന്ന് വരികയാണേ. ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നതാ. ഫുട്ബോൾ 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 നാട്ടിലെങ്ങും വേൾഡ് കപ്പിന്റെ ആഘോഷമായി നിൽക്കുന്ന സമയത്ത് മെസ്സിയുടെ ഡൈ ഹാർഡ് ഫാൻ, കട്ട ഫാനായ മെസ്സി കോയ എന്നറിയപ്പെടുന്ന കോയക്കെ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. കോയക്ക, മെസ്സിയുടെ ഫാന് എന്നുള്ള നിലയിൽ ഈ മെസ്സി കോയ എന്നുള്ള പേര് സന്തോഷമാണോ അഭിമാനമാണോ, എങ്ങനെയാണ് ഇക്കയ്ക്ക് തോന്നുന്നത്? അത് പറയാനില്ലോ. ഞാൻ ഒരു കാര്യം പറട്ടെ, മെസ്സിയുടെ പേര് ആരുടെ പേരിന്റെ ഇരട്ടാലും അത് സന്തോഷം തന്നെയാണ്. പിന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കുട്ടി എന്ന് പറഞ്ഞാല് എന്റെ കൂടപ്പിറപ്പാണ്. ഞാൻ എന്റെ ഉമ്മ പ്രസവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. എന്റെ കൂടപ്പിറപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. അത്രക്ക് ജീവനാണ് ഈ ഇക്കടെ ഈ വായിൽ നിന്നുള്ള ഈ ഇക്കടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇക്ക എത്രത്തോളം ഒരു ഫാനാണെന്ന്. അപ്പൊ ഇതുവരെയുള്ള മെസ്സിയുടെ ഒരു വളർച്ചയെ പറ്റിയും അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈലിനെ പറ്റിയൊക്കെ ഇക്കൊക്കെ എന്താണ് പറയാനുള്ളത്? അതായത് ഇതൊരു തരംഗാണ്. എന്താ വെച്ചാല് ഇപ്പൊ മെസ്സിനെ സംബന്ധിച്ചിടത്തോളം മെസ്സിയുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാല് ഓനിക്ക് ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു ഫുട്ബോൾ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളൊന്നല്ല. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഇപ്പൊ എന്റെ കുട്ടിക്കാലത്ത് തന്നെ മെസ്സി മോന് ശരിക്കും പറഞ്ഞ ഓനിക്ക് ഈ ഹോർമോണിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വളർച്ചയുടെ ഹോർമോൺ ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു. ആ ആള് അതായത് 2 കോടിയിലൊരാൾക്ക് വരുന്ന അസുഖമാണ്. അങ്ങനത്തെ ഒരാള് ഫൈറ്റ് ചെയ്തിട്ട് ജീവിതത്തിനോട് ഫൈറ്റ് ചെയ്തിട്ട് ഈ ഒരു കായിക രംഗത്ത് വന്നിട്ട് ഫുട്ബോൾ പ്രേമികളുടെ 2 കോടിയല്ല എത്രയോ കോടി ജനങ്ങളുടെ ആരാധകനായി മാറിയൊക്കെയാണ്. ഇത് അങ്ങനത്തെ ഒരു പ്രതിഭാസാണെന്ന് വേണമെങ്കിൽ പറയാം. മെസ്സി എന്ന് പറഞ്ഞാല് അവര് നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അർജന്റീന എന്ന് പറഞ്ഞ തന്നെ നമ്മള് കാണുന്നോടത്തൊക്കെ ഇപ്പൊ നമ്മുടെ ഇവിടെ ബീവറേജിലെ ആള് നിൽക്കണ മറ്റേ അവസ്ഥ അല്ല. അവിടെ ആൾക്കാർ നിൽക്കേണ്ടി അത് പന്തുകളിയിലാണ്. മനസ്സിലായോ? അതിപ്പോ അവർക്ക് കളിക്കാൻ പന്ത് തന്നെ വേണമെന്നില്ല. വെറുതെ ഒരു ഐസ്ക്രീം ഇതിന്റെ ഒരു ബോൾ കിട്ടിയാലും അത് തട്ടി കളിച്ചിട്ട് അവര് അത് ഫുട്ബോൾ ആക്കും. അത് അങ്ങനത്തെ അത്രക്ക് ആവേശമുള്ള ഒരു നാടാണ്. പിന്നെ ഇപ്പൊ ഈ ലോകകപ്പിൽ എന്റെ കുട്ടി വിരമിക്കാൻ പോവാണ്. ലോകകപ്പ് നല്ല ക്ലബിൽ പോകാൻ കളിക്കും. അതൊരു പ്രശ്നമല്ലല്ലോ. നമ്മുടെ ഇന്ത്യ എപ്പോഴെങ്കിലും വേൾഡ് കപ്പ് കളിക്കും. അതൊരു 25 വർഷത്തേക്ക് നോക്കണ്ട. അത് നടക്കണ കാര്യമല്ല. അതെന്ന് പറഞ്ഞാലേ ഫുട്ബോൾ കളി അത് വേറൊരു സംഭവമാണ്. ഇത്ര അധികം ആവേശമുള്ള ആൾക്കാര് നമ്മുടെ ഇപ്പൊ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇത്ര അധികം ആൾക്കാർ അപ്പൊ നമ്മളിപ്പോ മറ്റേ ലോക ഫുട്ബോൾ താരങ്ങളിലൊക്കെ ഇത്ര അധികം ആവേശത്തോടെ കൊണ്ടു നടക്കണ ഇന്ത്യയില് 11 ആൾക്കാരങ്ങനെ ഓടി കളിക്കാൻ കിട്ടാല്ല പറഞ്ഞാല് അത് ഇക്ക് തോന്നുന്നില്ല ഇവിടെ കളിക്കാരില്ലാണ്ടാന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തെരഞ്ഞെടുക്കണ ആൾക്കാരുടെ കുറവാന്നൊക്കെ മനസ്സിലാവുന്നത്. ക്രിക്കറ്റ് കളിന് ശരി അത് പറ്റും. അത് കാരണം എന്താ വെച്ചാൽ അത് വളർത്തും അതിനെ. ക്രിക്കറ്റ് കളിനെ നന്നായി പ്രോത്സാഹിക്കും. ഇഷ്ടംപോലെ പരസ്യം കിട്ടുമല്ലോ. ഓരോ 6 അടിക്കുമ്പോഴും പരസ്യം കാണിക്കാമല്ലോ. ഇതിലത് പറ്റൂല. ഇതിന് നന്നായിട്ട് ആവേശത്തോടുകൂടി കളിക്കാൻ നല്ല ഊർജം വേണം ശരീരത്തിനെ. അപ്പൊ അങ്ങനെ വളർത്തിയെടുക്കുകയാണ് ഇപ്പൊ ഓരോ രാജ്യങ്ങളും ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കുകയാണ്. ഇന്ത്യക്ക് അതെന്താ അറിയില്ല, അതിൽ ശ്രദ്ധ പോരാ. കാരണം അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റി പോരാ. ഇപ്പൊ നമ്മുടെ ഇവിടെ 4 മണി ചായക്ക് പബ്സാണ് വെച്ചെങ്കിൽ അതിന്റെ കോഴിമുട്ട എടുത്തിട്ട് പിറ്റേന്ന് കാലത്ത് കൊടുക്കാൻ പറ്റുമോ നോക്കും. അങ്ങനെ പിശുക്കിയിട്ട് കാര്യമില്ല. നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം, അതേമാതിരി അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൊടുക്കണം. അതെല്ലാം പ്രോട്ടീൻസും മിനറൽസും ഒക്കെ നിങ്ങൾ പറഞ്ഞ മാതിരി ഒക്കെ കൊടുത്ത് അവരെ പടക്കുതിരകളെ പോലെ വളർത്തിയെടുക്കാനുള്ള ഒരു ഇത് ഇന്ത്യ കാണിക്കണം. അപ്പൊ വരും ലോകകപ്പിൽ കളിക്കാര്. ഈ വേൾഡ് കപ്പ് ഇങ്ങനെ മുൾമുനയിൽ നിൽക്കുന്ന സമയത്ത് അടുത്ത അർജന്റീന ഓസ്ട്രേലിയ കളിയെ പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? ഇപ്പോ പ്രീ ക്വാർട്ടറിൽ നമ്മൾ കളി ജയിക്കോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് സംശയമില്ല. അത് ജയിച്ചു കഴിഞ്ഞ്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈനലിൽ കപ്പ് എടുക്കണതിനെ കുറിച്ചിട്ടുള്ള ഒരു ആലോചനയിലാണ് ശരിക്കും അർജന്റീന. അതിനാണ് സംഭവിക്കുക. മെസ്സിയുള്ളിടത്തോളം കാലം പിന്നെ അർജന്റീനയ്ക്ക് ഒന്നും പേടിക്കാനില്ല. ഒന്നും പേടിക്കാ. എന്താ പേടിക്കാനുള്ളത്? മുത്ത് കളിക്കല്ലേ. അപ്പൊ ഈ കളിയോട് കൂടെ അത് എന്താണ് അർജന്റീന എന്ന് വ്യക്താക്കിയിട്ടാണ് എന്റെ മോനെ ഇറങ്ങുള്ളൂ. എന്റെ കുട്ടി വിരമിച്ചാലും അതെന്താന്ന് വ്യക്താക്കിയിട്ടാണ്. ഇതണ്ട ഈ ബോള് അത് ഓന്റെ കാലും ഒട്ടി പിടിച്ചിട്ട് ഇരിക്കാന്നാ പറഞ്ഞത്. അത് സംശയമില്ല.
കോയ അവിടെ ഒരാള് വന്നിക്കണ്. ആരാ? അന്റെ അമ്മോച്ചൻ. ആ നിങ്ങളെപ്പോഴാ വന്ന്? ഞാൻ കുറച്ചേരായി വന്നിക്കണ്. ഞാൻ കണ്ടില്ല. നിങ്ങളകത്ത് കയറി കുത്തിരിക്കി. സൂറാ സൂറാ ഇവിടെ വന്നാ. എന്താ ഈ ഇത്ര പെട്ടെന്ന് വരാൻ പറഞ്ഞു? കണ്ടില്ലേ 24 മണിക്കൂർ കളി തന്നെ. ആ ഫുട്ബോൾ തുടങ്ങിയ പിന്നെ എനിക്ക് ഒരു സമാധാനമില്ല പാപ്പ. എന്റെ ഓരോ കാര്യം നോക്കാനും മൂപ്പർക്ക് സമയമല്ല. എന്തിനാ പറയണ, എനിക്കാണെങ്കിൽ ഇപ്പൊ എരിവൊന്നും അത്രക്ക് കഴിക്കാൻ പറ്റണില്ല. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി തരാൻ വേണ്ടിട്ട് എത്ര ദിവസം അറിയാം, ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. എന്തിനാ ആ മുറിയിൽ ഞങ്ങളുടെ ഒരു ഫോട്ടോ വെച്ചിരുന്നില്ലേ, അത് മാറ്റിയിട്ട് ഏതോ കളിക്കാരന്റെ ഫോട്ടോ വെച്ചിരിക്കുക. ഇതൊക്കെ പോട്ടെ, എന്തച്ച മൂപ്പരായിക്കോട്ടെ, എനിക്കൊരു സമാധാനം തന്നൂടെ? ഞാൻ ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ എന്നെ വിളിച്ചെണീപ്പിച്ച് ഫുട്ബോൾ കളി കാണിക്ക. നിർബന്ധിച്ച് ഇരുത്താണ് വാപ്പ. ഇപ്പോഴേ ഞാൻ കണ്ടാലേ കുത്തി കളിക്കാരനാവുള്ളൂ. എന്താ നോക്ക്, ഒരു തട്ടാണ് തട്ടി ഞാട്ടോ. എവിടുക്കാ തട്ടിയെന്നുണ്ടെങ്കിപ്പോ ഓളെ വയറ്റത്ത് ഒരു കുട്ടിയുണ്ട്. അത് കണ്ടിക്കണോ? ഈ വയറ്റത്തൊന്നും ഞാൻ തട്ടിയില്ല. വയറ്റത്തേക്കാണ് ബോള് വന്നത്, ഞാൻ കണ്ടിക്കണ്. ഇങ്ങോട്ട് ബോള് വരുന്നേ. നിങ്ങൾ നന്നായി വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ കളിച്ചിരുന്നൂല്ലേ, എന്നിട്ട് പിന്നെ കുറ്റം പറയാ? എന്റെ സ്വഭാവം വളരെ മോശമാണ് കേട്ടോ. അന്നെ വിശ്വസിച്ചിട്ടാണ് അന്റെ കൈമേലേക്ക് എന്റെ മോളെ ഞാൻ തന്നത്. അതറിയാലോ എനിക്ക്. അതിപ്പോ എന്താ കുഴപ്പമുണ്ടായത്? ഓളെ കെട്ടിയിട്ട് ഞാൻ എന്താ നാട് വിട്ടോ? എന്താ പറയിപ്പിക്കണ്ടെങ്കി? എന്താ വാപ്പ നിങ്ങക്ക്? നിങ്ങള് വെറുതെ പൂർണ്ണ ഗർഭിണിയായിട്ട് നിൽക്കാണ്. ആ സമയത്ത് അതിന് ഇത്തിരി അപ്പഴോ മുന്തിരി മേടിച്ചു കൊടുക്കാൻ നമുക്ക് തോന്നിയില്ലോ? ആയിക്കോട്ടെ, ഗർഭിണിയായിട്ട് നിൽക്കണ നല്ലല്ലേ? എന്താണ്, ലോകകപ്പ് ടൂർണമെന്റ് നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് ജനങ്ങൾ മുഴുവൻ ആരോഗ്യത്തിൽ നിൽക്കുമ്പോ എന്റെ മോനെ അങ്ങോട്ട് പ്രസവിച്ചാലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. അല്ലേ, കുട്ടീനെ പ്രസവിക്കണമെങ്കിൽ ഓക്ക് ആരോഗ്യമാണോ? അതിന് ഓള് നല്ല എന്തെങ്കിലും കഴിക്കണം. ഓക്ക് ആപ്പിളോ മുന്തിരി എന്തെങ്കിലും പൈകൾ ഈ മേടിച്ചു കൊടുക്കുന്നുണ്ടോ അവിടെ? അനക്ക് ആപ്പിൾ മുന്തിരി വേണം പറഞ്ഞ ഈ എത്ര ദിവസം നിങ്ങളോട് പറഞ്ഞിട്ട്? അതൊക്കെ ഒന്ന് മറന്നേന് ഈ പാപ്പാനെ വിളിച്ചടുത്തേക്ക് അവിടെ. എന്നിപ്പോ ഞാൻ മറന്നു, നിങ്ങൾക്ക് പറഞ്ഞ വഴിക്കത്തിൽ ഒഴിക്കാറുന്നില്ല. അത് ശരി. വേറൊരു കാര്യം, അകത്തുള്ള ഫോട്ടോ മാറ്റിയിട്ട് ഈ വേറെ എന്തോ ചെങ്ങായിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന പറഞ്ഞ അതാരാത്? വേറെ ചെങ്ങായിന്റെ ഫോട്ടോ? പിന്നെ ആരാത്? മെസ്സിയുടെ ഫോട്ടോടായി. എന്തേ മേഴ്സിയോ? മേഴ്സി അല്ല, മെസ്സി. എന്താ ഈ പറഞ്ഞ? ഒന്നാമതൊരു ഒരു കളിക്കാരന്റെ പേരും കൂടി പറയാ തങ്ങളെ പിന്നെ കളിയാക്കണേ. എന്തെങ്കിലും പറയണേ? ഈ മേഴ്സി ഇപ്പൊ എന്റെ കുട്ടിയാ? മേഴ്സി അല്ലാന്നേ, മെസ്സിയാണ്. അത് എന്റെ കുട്ടിയാണോ? അപ്പൊ എന്റെ കുട്ടി തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഇറക്കാൻ പോണതോ? നിങ്ങളോടൊന്ന് പറഞ്ഞാ മനസ്സിലാവില്ല. അത് ചങ്കാണ്. ഹറാമാ അത് കേട്ടോ. എന്ത് ഫുട്ബോൾ കളിയാ? ആ കളി നമുക്ക് ഹറാമാ. ഈ ട്രൗസർ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുണ്ടന്മാർ ഓടി കളിക്കുന്ന കളിയൊന്നല്ല കളിക്കല്. പിന്നെന്താ ജീൻസ് ഇട്ടിട്ട് വന്ന് കളിക്കാൻ പറ്റുമോ? അത് അവസരം കണ്ട് ജിന്നൊക്കെ നോക്ക് ഇങ്ങോട്ട് വല്ലാണ്ട് വർത്താനം പറയണ്ടാക്കി. എന്താ നിങ്ങളുടെ അടുത്ത് പറയണ കാര്യങ്ങൾക്കൊക്കെ നിങ്ങള് സമ്മതിക്കൂല. പിന്നെ വെറുതെ പള്ളി പോക്കണ്ടെങ്കി ഉണ്ടോ? നിസ്കരിക്കലുണ്ടോ സമയത്തിന്? ഇത് പിന്നെ പള്ളി പോകാണ്ട് പിന്നെ പള്ളി ഇങ്ങോട്ട് വരുമോ? ഞാൻ അങ്ങോട്ട് തന്നെ പോകണ്ടേ? പള്ളി പോകണ്ട സൂറ? ഒന്നും പോണില്ല. ഫുട്ബോൾ കളി എന്ന് തുടങ്ങി അന്നോട്ട് ഇതിന്റെ ഉള്ളിൽ കുത്തിയിരിക്കുകയാണ്. പള്ളിയില്ല, നിസ്കാരമില്ല, എന്തിന് ജീവിക്കാട്ടാ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ട്? പണിക്ക് പോകണ്ടെങ്കിൽ കാര്യമായിട്ട് ഇവിടെ ഉണ്ടോ? എനിക്ക് ആരും ഇവിടെ കൊണ്ടുതരുമോ? വരെയൊക്കെയുള്ള ഇത് 4 വർഷം കൂടുമ്പോഴുള്ള ഒരു കളിയാണ്. എത്ര ഇത് മുടക്കിയിട്ട് കൂലി പണിക്ക് പോകാനൊന്നും നിന്നെ കൊണ്ട് പറ്റൂല. ഉള്ള കാര്യങ്ങൾ ഒരു മാസം കഴിയാനുള്ള എനിക്ക് ആരും കൊണ്ടുതരൂ ഈ വേൾഡ് കപ്പ് കഴിയണ വരെയുള്ളത്? ഉള്ളോണ്ടൊക്കെ കഴിയും. അങ്ങനെ തന്നെയാണ് എല്ലാ സ്ഥലത്തും ആൾക്കാർ. ദാരിദ്ര്യമുള്ള സ്ഥലത്തു നിന്നാണ് പന്ത് കളിക്കാനായിട്ട് ആൾക്കാർ ലോകത്തിന്റെ സകല സ്ഥലത്തുനിന്നും വരുന്നത്. ഇപ്പൊ അതിന്റെ ഇടയിൽ ഇവിടെ കഞ്ഞി കുടിക്കാൻ പാകില്ല പറഞ്ഞിട്ട് തല്ലൂടാൻ വന്ന് നിൽക്കുക. അവനവന്റെ കുടുംബം നോക്കിയിട്ടാണ് ഫുട്ബോൾ കളിക്കാൻ പോകല്. അറിയാം, കുടുംബമൊക്കെ വിളിച്ചു വരുത്തി എന്തിനാ ഞങ്ങൾക്ക് ഇവിടെ പല സാധനങ്ങളും ഇല്ല.
അന്റെ കുരുത്തക്കാട് പറഞ്ഞുതരാൻ വേണ്ടി ഓൾപ്പന്നെ വിളിച്ചു വരുത്തേ. നിങ്ങളൊരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പൊ ശ്രീധനക്ക് മുഴുവൻ തന്നിട്ടില്ലല്ലോ. ആ ബാക്കി ശ്രീധന എടുത്തിട്ട് ഇപ്പൊ ഈ 4 വർഷം കൂടുമ്പോഴുള്ള ടൂർണമെന്റ് ഉണ്ടല്ലോ, ആ സമയത്ത് ഓൾക്ക് ചെലവിന് നിങ്ങൾ ഓർത്തോളി. കാര്യം കഴിഞ്ഞു. ആ ശ്രീധരൻ മുഴുവൻ നേരത്തെ തന്നിനെങ്കിൽ ജോളം കണ്ട് പൊന്നു പോലെ നോക്കിനി. എന്താണ് നോക്കാണ്ട്? ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു 4 വർഷം കൂടുമ്പോ ഒരു കുറച്ച് ദിവസം ഇതിന്റെ ഇടയിൽ ശ്രദ്ധിക്കണില്ല എന്നുള്ളതിനെ പിന്നെ കുറ്റം പറഞ്ഞേ. അല്ലാത്തപ്പോ ഞാൻ പണിക്കോണില്ല എന്നോള് പറയട്ടെ. ഈ കൂടുതൽ വർത്താനം പറയണ്ട സൂറ. ഇജിപ്പന്റെ കൂടെ അങ്ങോട്ട് പോരും പെർക്ക്. എവിടേക്ക് പോണേ? ഇവിടെ അർജന്റീനയാണ്. ഇവിടെ അർജന്റീന കളി ഇവിടെ വെക്കുള്ളൂ. എന്റെ കുട്ടി അത് കണ്ടാ മതി. ആടെ കളിയൊന്നുമില്ല, കളി വെക്കില്ല. മനസ്സമാധാനം അങ്ങനെ ശരിയാവില്ല. ഒരു കുട്ടിന്റെ വയറ്റിലോളുടെ കളി കണ്ട് വളരണോ? രാത്രി 2:30 മണിക്കൊക്കെ ഈ പൂർണ്ണ ഗർഭിണിയെ പെണ്ണിനെ കളി കാണിപ്പിക്കാതെ പറഞ്ഞാല് എന്തൊരു. പിന്നല്ലാണ്ട് മെസ്സിയുടെ ഒരു കട്ടിങ് രാത്രി 2:30 3:30 പിക്കറിയോ? ആ മുഴുവൻ കളി കണ്ടാലാണ് എന്റെ കുട്ടി അത് കാണുള്ളൂ. അത് കണ്ട് വളരണം എന്റെ മോൻ. മോനോ? അയ്യോ കൂടെ തീരുമാനിച്ചോ മോനാണോ മോളാണോ ഒക്കെ? അയക്കൊരു നല്ല കളിക്കാരൻ തന്നെയാണ് വേണ്ടത്. അത് പഠിച്ചോനക്ക് അറിയാം. അയക്ക് അങ്ങനെ തന്നെയാണ് തരിക. ഇത് പിരാന്താണ്. ഇത് ചികിത്സിക്കണം. എന്ത് രോഗാണത്. എന്ത് പന്തളി കാണുന്നതോ? നിങ്ങൾ എന്താ പറഞ്ഞേ? അത് ഇവിടെ പേരൊന്നും കഴിഞ്ഞോട്ടെ. എന്താ മാണ്ടിയ നിക്കറിയാം. പാപ്പങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ട് നിങ്ങൾ 18-ാം തീയതി കഴിഞ്ഞിട്ട് വരും. എന്താ 18-ാം തീയതി എന്റെ ഡേറ്റ്? ഓളുടെ ഡേറ്റ് അല്ല, ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലാണ് 18-ാം തീയതി. റബ്ബേ, അപ്പൊ ഇവിടെ പ്രസവത്തിനെക്കാട്ടും വലുത് എനിക്ക് ഫൈനലാണല്ലേ? ഇതെന്തെങ്ങൾ പറഞ്ഞ ഖത്തറിൽ നടക്കണ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആരവപ്പ ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രസവത്തിന് ഉണ്ടാവുമോ? അത് ശരി. ഞാനേ വല്ലാണ്ട് ഇവിടെ നിന്നാലുണ്ടല്ലോ എന്റെ കിട്ടിപ്പോകുവാനും. എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ ആ ശുക്രനെ വിളിച്ച് പറഞ്ഞാൽ മതി. ഓന്റെ ഓട്ടോറിക്ഷയിൽ ഞാൻ കൊടുത്തു വിടാം. നിങ്ങൾ ഇപ്പൊ പോവാണ്ട, നിങ്ങൾ കുറച്ചാലും നിൽക്കേ. അപ്പൊ ഇന്ന് കളിയുള്ള ദിവസമാണ്. കളി കണ്ടിട്ട് പോയാ പോരെ? കളി മനുഷ്യ എത്ര നേരം കൂടെ വന്ന് നിന്നാ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോകാന്ന് പറയാൻ എനിക്ക് തോന്നിയോ? അത് കളിച്ചു നോക്കണവര് കുടിച്ചോളൂ. നിങ്ങൾ എന്തിനാ കുടിക്കണത്? നിങ്ങളിവിടെ കുത്തിരിക്കേ വെച്ചിട്ട് പോവാ. ചിലതൊന്നും കേൾക്കാൻ നന്നാവൂല. എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധമാണിത്. ഞാൻ ഇറങ്ങണം. ഇതൊന്നും ഇജ്ജ് കേട്ട് ബേജാറാവാക്കണ്ട. ഓ, മുപ്പൊരു ഉപദേശത്തിന് വന്നേക്കാണ്. നാ വരഞ്ഞ വഴിക്ക് കുറച്ച് ആപ്പിൾ മുന്തിരി വാങ്ങി, അതുമില്ല. എന്നിട്ട് ഇന്ന കുറ്റം പറയാ. സ്വന്തം മോളുടെ അടുത്തേക്ക് വന്നേക്കാണ് വെറുതെ കാലിക്കോടെ ആയിട്ട്. അതെ, വെറുതെ അല്ല ഇന്ത്യ ലോകകപ്പിൽ കളിക്കാത്ത ഇജ്ജാതി ആൾക്കാരല്ല ഇന്ത്യയില്. പിന്നെ എങ്ങനെ രസപ്പെടും? ഹോ, ദാരിദ്ര്യമുള്ള രാജ്യത്തു നിന്നാണ് എന്റെ സൂറ ഓരോരോ കളിക്കാരുണ്ടായി വരുന്നേ. അപ്പൊ എനിക്കൊരു ആപ്പിള് തിന്നില്ല എന്നുള്ള സങ്കടമല്ല ഇജ്ജ് പറയണ്ടേ. എന്റെ കുട്ടി അങ്ങനെ വളരണോ? പട്ടിണി കിടന്ന് വളരണോ എന്റെ കുട്ടി? ഇതാ ഇടട്ടെ ജോടക്ക് തട്ടുമുത്തേ തട്ടുമുത്തേ 10 തട്ട് ജോടക്കിട്ടാ. ഹെഡ് ഹെഡ് മുത്തേ മെസ്സി ഹെഡ് ചെയ്യണ മാതിരി ഹെഡ്. എറിഞ്ഞങ്ങളെ കൊല്ലും ഞാൻ. നമുക്ക് ഭ്രാന്താണ് മുഴുവട്ടും. എന്നാലും നന്നാവൂല. ഒന്നാമത്തെ ഫുട്ബോളിനോട് താല്പര്യമില്ലാത്ത ജന്തുക്കളാണ്. ഇതല്ലേ കുടുംബം? പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ വേണ്ടായിരുന്നില്ല അത് കാലാക്ക്. പൊളിക്കടാ കൊടുക്കേ Paco Gomez. കൊടുക്കേ Messi. അടിക്കേ McAllister. Messi! മതി മുത്ത മതിരാ. മതി മതി എന്റെ പോട്ട് മുത്ത എന്റെ ചക്കര മതിരൊക്കെ അത് മതിക്ക മതി വെച്ച് എന്റെ കാര്യം ഇനി നമ്മളിങ്ങനെ അടുപ്പിക്കാതെ പിന്നര സ്ട്രോങ് ആയില്ലേ? ഇപ്പൊ നോക്കി അങ്ങടില്ലല്ലോ. അല്ല നിങ്ങൾ നമ്മളും അടിക്കണ്ട. അല്ല അല്ല അതന്നെയാണ് ഇപ്പൊ പിന്നര സ്ട്രോങ് ആക്കിയേക്കാണ് കേട്ടോ. ഇനി ഒരു അടി ഇങ്ങോട്ട് കേറില്ല അവർക്ക് കേട്ടോ. നോക്കേ നോക്ക് നോക്ക്. എന്തൊരു കട്ട എന്ത് നോക്കിട്ട ഈ ജന്തുക്കള് നിക്കണേ. ഒരു
നമ്മുടെ അടുത്ത് 2 ഗോൾ ഉണ്ടല്ലോ. അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിന് ചാൻസ് കൊടുക്കല്ലത്. ഇതിപ്പോ എന്താ കാട്ടിയത്? കുറവാണ്. എന്താ വിട്ടൊക്കെ ഈ നിലക്കായാലും We're going to find a way through. ഇനി കയറാൻ പറ്റില്ല അവർക്ക്. ആ മതി നമുക്ക്. ഒന്ന് പിടിച്ചിരുന്നാ മതി. Behic. Good win. ഇല്ലെങ്കിൽ സമയമില്ല. തളർന്ന ഉച്ച തളർന്ന് Not for long. ഇത് കളി കഴിഞ്ഞു. നമുക്ക് ആ വായനശാലയുടെ അവിടെയുള്ള മരൂല്ലേ, അവിടെ കൊണ്ടുപോയി ബ്രസീലിന്റെ കൊടിയുടെ മുകളിൽ ഇത് അത് കെട്ടണം. കെട്ടാം, അത് കെട്ടാം. രാത്രി തന്നെ കെട്ടണം. ആയിക്കോട്ടെ തന്നെ കേട്ടനാവും. Offside. The end. മോനെ അതിന് മുത്തേ ജയിച്ചേ.